A+2 സ്വാഗതം. എല്ലാം ഒരു ബൂമറാങ്ങാണ്. കേട്ടിട്ടുണ്ടാവും ബൂമറാങ്. ബൂമറാങ് എന്ന് പറഞ്ഞാൽ പഴയകാലത്തെ ഒരു ആയുധമാണ്, ഒരു അമ്പും വില്ലും എന്ന് വേണമെങ്കിൽ പറയാം. ആർക്കെതിരെയാണോ നമ്മൾ ഒരിക്കൽ അയക്കുന്നത് അതേ അമ്പ് നമുക്ക് തന്നെ തിരിച്ചു വന്നു കൊള്ളും എന്നുള്ളതാണ് ബൂമറാങ്ങിൻ്റെ ഒരു ചെറിയ രത്നച്ചുരുക്കം. ഇപ്പോൾ രാഷ്ട്രീയത്തിലും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ബൂമറാങ്ങാണ്. ബാറുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കോഴ വിവാദം ഇപ്പോൾ സംസ്ഥാനത്ത് കൊഴുത്തു വന്നിട്ടുണ്ട്. അടുത്ത മാസം 10-ാം തീയതിയോടെ നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ്. നിയമസഭാ സമ്മേളനത്തിന് മുന്നോടിയായി ഇപ്പോൾ നമ്മുടെ സർക്കാരിന് കിട്ടിയ ഒരു അടിയാണ് ഈ ബാർ കോഴ കേസ് എന്ന് പറയുന്നത്. അത് പ്രതിപക്ഷത്തിന് കിട്ടിയ ഒരു ആയുധവും കൂടിയായി മാറിയിരിക്കുന്നു. എന്താണെന്നറിയില്ല, നമ്മുടെ സർക്കാരിനെ വിടാതെ പിന്തുടരുന്ന നിരവധി ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെയാണ് നമ്മൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് മാറുമ്പോൾ അടുത്തത് വരും, അടുത്തത് പോകുമ്പോൾ അതിനടുത്തത് വരും. എപ്പോഴും ഒരു വിവാദം ഈ സർക്കാരിൻ്റെ കൂടെ വിടാതെ പിന്തുടരുന്നുണ്ട്. അതിൻ്റെ പട്ടികയൊന്നും വിവരിക്കുന്നില്ല, ചിലതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുമാണ്. ഏറ്റവും ഒടുവിൽ വന്ന് നിൽക്കുന്നത് ഇത് ഇപ്പോൾ പുതിയതായി ഒരു ബാർ പോളിസി വരുന്നുണ്ട്, ഒരു മദ്യനയം വരികയാണ്. ഈ മദ്യനയം എന്ന് പറയുമ്പോൾ എക്സൈസ് മന്ത്രി ശ്രീ MP രാജേഷിൻ്റെ നേതൃത്വത്തിലാണ് അത് ഉണ്ടാവാനുള്ള സാധ്യത. ഈ പോളിസിയിൽ പ്രധാനമായും വരാൻ പോകുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഡ്രൈ ഡേ ഇല്ലാതാക്കും. എല്ലാ മാസവും 1-ാം തീയതി ഈ ബാറുകൾ അടച്ചിടും. അപ്പോൾ ബാറുകൾ അടച്ചിടുന്ന ആ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ബാറുടമകൾക്ക് വലിയൊരു വരുമാനത്തിൽ ഇടിവുണ്ടാകും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു ഇടിവ് തന്നെയാണ്. ബാറിലുള്ള ഒരു ദിവസത്തെ വരുമാനമൊക്കെ കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. അപ്പോൾ ആ ഒരു ദിവസം കൂടി അവർക്ക് കിട്ടുന്നു. അതായത് ഡ്രൈ ഡേ എല്ലാ മാസവും 1-ാം തീയതി എന്നുള്ളത് ഒഴിവായി കിട്ടും. 2, ബാറിൻ്റെ സമയവും നീട്ടിക്കൊടുക്കും. കുറച്ചുകൂടി രാത്രിയിലേക്ക് ബാർ തുറന്നു വെക്കാനുള്ള സാധ്യതയും മദ്യനയത്തിൻ്റെ ഭാഗമായി ആലോചിക്കുന്നു എന്നുള്ളതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ആക്ഷേപത്തിൻ്റെ വരവ്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ പുതിയൊരു പോളിസിയൊന്നും ഇല്ല എന്ന് മന്ത്രി MP രാജേഷ് ഇപ്പോൾ വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞു വെക്കുകയും ചെയ്തു. പക്ഷേ ഈ വിവാദം വന്നത് ഈ ബാറുകളുടെ ഉടമകൾക്ക് സംഘടനയുണ്ട്. ആ സംഘടനയുടെ ഒരു പ്രധാന നേതാവ് മറ്റ് ചിലരെ വിളിച്ചു പറഞ്ഞതായിട്ടുള്ള ചില വാട്സാപ്പ് സന്ദേശങ്ങളാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന വിവരം ഇപ്പോൾ മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയാണ്. അത് ഞാനൊന്ന് വായിക്കാം. പ്രസിഡന്റ് ചില കാര്യങ്ങൾ പറഞ്ഞു. പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ സംഘടനയുടെ പ്രസിഡന്റ് പറഞ്ഞതായിട്ടാണ് ഈ സന്ദേശം അയച്ച നേതാവ് പറയുന്നത്. പ്രസിഡന്റ് ചില കാര്യങ്ങൾ പറഞ്ഞു. പുതിയ പോളിസി ഉടൻ വരുന്നു. 1-ാം തീയതിയിലെ ഡ്രൈ ഡേ എടുത്തു കളയും. ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കണം. ഇതുവരെ ഇടുക്കിയിൽ നിന്നും ഒരു ഹോട്ടൽ ഉടമ മാത്രം 2.5 ലക്ഷം രൂപ തന്നു. നമ്മൾ കൊടുക്കാതെ ആരും സഹായിക്കില്ല. ആദ്യം ഇതാണ് ആ സന്ദേശത്തിലെ വാക്കുകൾ. ഇതാണ് പുറത്തു വന്നതും ഇതാണ് വിവാദമായത്. 2.5 ലക്ഷം രൂപ ഒരു ബാർ ഉടമയിൽ നിന്നും വാങ്ങുന്നു. അതെന്തിനു വേണ്ടിയാണ്? ഈ പോളിസിയിൽ അവർക്ക് അനുകൂലമായ നിലപാട് എടുപ്പിക്കുന്നതിന് വേണ്ടി വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാനാണ് എന്നാണ് ഈ സന്ദേശത്തിൽ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ മെരിറ്റിലോ ഡിമെരിറ്റിലോ നമുക്ക് പോകേണ്ടതില്ല. പക്ഷേ ഈ സന്ദേശം പുറത്തു വന്നതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് ബന്ധപ്പെട്ട കക്ഷി തന്നെ നിഷേധിച്ചു. അവരുടെ കെട്ടിടം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടി ഉള്ളതാണ് ഈ തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം രണ്ടാമത് തിരുത്തി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിനകത്തൊക്കെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ 801 ഉടമകൾ ഉണ്ട് എന്നാണ് കണക്ക്. അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാം 2.5 ലക്ഷം വെച്ച് പിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ 20 കോടി രൂപയോളം വരും. ഒറ്റ ഫണ്ടായി കിട്ടും, വേണ്ടപ്പെട്ടവർക്ക് ലഭിക്കും. ആർക്കാണോ ഇനി അങ്ങനെ ഒരു നീക്കം മറ്റ് ബന്ധപ്പെട്ടവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ 20 കോടിയോളം രൂപ പിരിഞ്ഞു കിട്ടും എന്നുള്ളതാണ് കണക്ക്. പക്ഷേ ഇപ്പോൾ നമ്മൾ ചേർത്ത് വായിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതിന് നിഷേധിച്ചുകൊണ്ട് വന്നിട്ടുള്ളതിൽ പറയുന്ന കാര്യം സംഘടനാ നേതാക്കൾ തമ്മിൽ തന്നെ പരസ്പരം ഓരോ ഇഷ്യൂ ഉണ്ട്. ആ ഇഷ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യാജ സന്ദേശം പ്രചരിച്ചതാണ് എന്നുള്ളതാണ് നിഷേധം
നിഷേധിക്കുന്ന, ഈ മെസ്സേജ് നിഷേധിക്കുന്ന, മെസ്സേജിലെ കണ്ടന്റുകൾ നിഷേധിക്കുന്ന വിഭാഗങ്ങൾ പറയുന്നത്. അങ്ങനെയാണ് എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഇതിൻ്റെ ബൂമറാങ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് ഞാൻ വരാം. 2014 അന്ന് UDF ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു ആക്ഷേപവും ഇതേപോലെ ഒരു കോഴയായിരുന്നു. ആ കോഴ 2014 അതിൻ്റെ തിരിച്ചടി നേരിട്ട ആളുകൾ മാണിയും കെ ബാബു, അന്നത്തെ എക്സൈസ് വകുപ്പ് മന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയുമായ ഈ 2 പേരായിരുന്നു. അതിന് രാജിവെക്കേണ്ട സ്ഥിതി വരെ ഉണ്ടായിരുന്നു. അന്ന് 418 ബാർ ഉടമകൾ ഏതാണ്ട് 1 കോടിയോളം രൂപ കൊടുത്തു എന്നുള്ളതാണ് ആദ്യത്തെ ആക്ഷേപം. പിന്നീട് 10 കോടി അഡീഷണലായിട്ട് പിന്നും കൊടുത്തു എന്ന് വേറൊരു ആക്ഷേപവും വന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ അന്നത്തെ UDF സർക്കാരിനെ വല്ലാതെ വീർപ്പ് മുട്ടിച്ചൊരു കാര്യമാണ്. അന്ന് അതിന് എതിരായിട്ട് അംഗം മുറുക്കിയ ആളുകൾ ഇന്ന് ഭരണക്കാരാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇന്ന് അതേ വിഷയം അന്ന് കൊടുത്തു എന്ന് പറഞ്ഞു, ഇന്ന് കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്ന് പറയുന്നു. പക്ഷേ ഈ സന്ദേശത്തിൽ തന്നെ പറയുന്നു, ഒരു ബാറുടമ, ഇടുക്കി ജില്ലയിലെ ഒരു ബാറുടമ 2.5 ലക്ഷം രൂപ തന്നു, ബാക്കിയുള്ളവരുടെ തരണം എന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ സന്ദേശം കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് അതിൻ്റെ ഒരു സാങ്കത്യത്തെക്കുറിച്ചൊരു സംശയം തോന്നാം. കാരണം ഒരാൾ തന്നു, ബാക്കി എല്ലാവരും തരണമെന്നാണ് ഇദ്ദേഹം ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇതെങ്ങനെ പുറത്തു വന്നു, ഇതാര് പുറത്ത് കൊടുത്തു? അതാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് ഇത് ഏൽപ്പിച്ചതിന് ശേഷം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് എന്താണ്, ഈ സന്ദേശം എങ്ങനെ പുറത്തു വന്നു എന്നുള്ളതാണ്. സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ടുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ച് ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ആദ്യം ഇതെങ്ങനെ പുറത്തു വന്നു എന്ന് നോക്കട്ടെ. ഈ സന്ദേശം പുറത്തു വന്നതിൻ്റെ പിന്നിൽ ഏതെങ്കിലും ഗൂഢാലോചനയുണ്ടോ, ആരെങ്കിലും ബോധപൂർവം സർക്കാരിനെ കരിവാരി തേക്കുന്നതിന് വേണ്ടി ചെയ്തതാണോ എന്നൊക്കെയാണ് പലരുടെയും സംശയം. അതനുസരിച്ചിട്ടാണ് ക്രൈംബ്രാഞ്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒന്നുണ്ട്, ഒരിക്കൽ ഒരു നിരപരാധിക്ക് നേരെ, നിരപരാധിയാണെങ്കിൽ നിരപരാധിക്ക് നേരെ ഒന്ന് അമ്പ ചെയ്താൽ തിരിച്ചും അത് അതുപോലെ തിരിച്ചു വരും എന്നുള്ളതാണ്. പണ്ട് ഈ ആക്ഷേപമൊക്കെ ഉണ്ടായ പിന്നീട് കോടതികളിലൊക്കെ വന്നു, അവരുടെ നിരപരാധിത്വം ചില കാര്യങ്ങളിൽ തെളിയിക്കപ്പെട്ടു, ചില കാര്യങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ ചില നീക്കുപോക്കുകളൊക്കെ ഉണ്ടായി എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. പക്ഷേ ഇതാണ് പൊളിറ്റിക്സ്. ഈ പൊളിറ്റിക്സിനകത്ത് ഈ എപ്പോഴും ഓരോ ഭരണക്കാർ വരുമ്പോൾ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട വേറൊന്നുണ്ട്. ഈ ഇലക്ഷന് മുമ്പ് തന്നെ ഏകദേശം 20 കോടിയിൽ പരം രൂപ ഈ ബാർ ഉടമകൾ ഇലക്ഷൻ ഫണ്ട് 2 കക്ഷികൾക്കും, ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും കൊടുക്കുന്നതിന് വേണ്ടി പിരിച്ചെടുത്തു എന്നുള്ള ഒരു ആക്ഷേപം കൂടി ഇതിൻ്റെ കൂടി പുറത്ത് വന്നിട്ടുണ്ട്. ഇവരുടെ സംഘടനയ്ക്കകത്ത് ഉണ്ടായ തർക്കങ്ങളുടെയോ പരസ്പരമുള്ള വൈരാഗ്യത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ആകാം ചിലപ്പോൾ ഇത്തരത്തിൽ ഒരു കാര്യം പുറത്ത് വന്നിരിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. എന്തായാലും ഒന്നുണ്ട്, ഇപ്പോൾ ഈ ഭരണത്തിൻ്റെ തുടർച്ചയായി നടക്കുന്ന ഒരുപാട് വിവാദങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത ആർക്കും തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ആക്ഷേപത്തിൻ്റെ മെരിറ്റും ഡീമെരിറ്റും ഇനി വരും കാലങ്ങളിൽ നമുക്ക് കണ്ടറിയാൻ ഉണ്ട്. അത് വരട്ടെ, വന്നു കഴിയുമ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും ഒന്ന് തീർച്ചയാണ്, സർക്കാരിനെ പിന്തുടരുന്നത് ഇത്തരം വിവാദങ്ങളാണ് എന്നുള്ളതാണ് അടിവരയിട്ട് കാണേണ്ടത്.